മക്കളെ, ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ റെയിൻ ബസേരെ എന്ന ചാപ്റ്ററിലെ പടുക്കഥയാണ് നോക്കുന്നത്. എല്ലാവർക്കും ഹിന്ദി വിന്നറിലേക്ക് സ്വാഗതം. നമുക്ക് ഈ ഭാഗത്ത് നിന്ന്, അതായത് ഈ ചാപ്റ്ററിൽ നിന്ന് ഏത് ഭാഗത്തു നിന്നും ഇതുപോലെ ഒരു പടുക്കഥ പ്രതീക്ഷിക്കാം. ഞാൻ ഇവിടെ സന്ദർഭമായിട്ട് എടുത്തിരിക്കുന്നത് ഇവിടെ മാർക്ക് ചെയ്ത ഭാഗമാണ്. തബി ഉസ്കാ ധ്യാൻ കോനെ മേ രഖേ ഹമാരെ സാമാൻ കി ഓർ ഗയാ, ഇസ്മേ ക്യാ ഹേ മുझे इसकी തലാശി ലേനി ഹോഗി. ഈ ഭാഗം തന്നിട്ട് നിങ്ങളോട് പടുക്കഥ എഴുതാൻ പറയുകയാണെങ്കിൽ എങ്ങനെ എഴുതണം എന്നാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഏത് ഭാഗവും പ്രതീക്ഷിക്കാം. ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ആൻസർ നോക്കാം. പടുക്കഥ ദൃശ്യ ഏക്ക് എന്ന് കൊടുക്കുക. ദൃശ്യ ഏക്കെന്നോ ദോ തീൻ അങ്ങനെ കൊടുക്കുക കേട്ടോ. ഏക്ക് തന്നെ കൊടുക്കണം നിർബന്ധമില്ല. ദൃശ്യ ഏക്ക് അല്ലെങ്കിൽ ദൃശ്യ ദോ, ദൃശ്യ തീൻ ഒക്കെ കൊടുക്കുക. സ്ഥാൻ മന്ദിർ കെ ബരാന്തേ, അമ്പലത്തിൻ്റെ വരാന്തയിലാണ് ആ ചോട്ടുവും അതുപോലെ തന്നെ ലേഖകനും ഇപ്പോഴുള്ളത് അല്ലേ. സമയ് രാത്ത് 9 ബജെ, സമയം നമ്മൾ ഏകദേശം ഒരു സമയം കൊടുക്കുകയാണ് ചെയ്യുക. രാത്രിയാണ്. അപ്പോൾ രാത്ത് 9 ബജെ എന്നാണ് ഇവിടെ കൊടുത്തത്. കാരണം അവർ ഉറങ്ങിയതിന് ശേഷമാണ് വരുന്നത്. ഭക്ഷണം കഴിച്ച് ഉറങ്ങിയിട്ടുണ്ട്. 9 ബജെ 10 ബജെ ഒക്കെ കൊടുക്കാം കേട്ടോ. പാത്ര പാഗൽ ആത്മി ലഗ്ഭഗ് 55 साल का വ്യക്തി, 51 52 53 54 55, ഏകദേശം 55 വയസ്സുള്ള വ്യക്തിയാണ് ഈ പാഗൽ ആത്മി. അദ്ദേഹം ധോത്തി മുണ്ടാണ് ധരിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഏകദേശം 55 വയസ്സുള്ള ഒരു വ്യക്തി മുണ്ട് ധരിച്ചിരിക്കുന്നു. പാഗൽ ആത്മിയെ കുറിച്ചാണ് പറഞ്ഞത്. പാത്രമാണ് കേട്ടോ. കഥാപാത്രങ്ങൾ ആരൊക്കെ എന്നതാണ് ഇവിടെ പറയുന്നത്. അടുത്തത് ചോട്ടു ആണ് കഥാപാത്രം. കഥാപാത്രങ്ങളിൽ ഒന്ന് പാഗൽ ആത്മി, ചോട്ടു, ലേഖക്. ഇവർ 3 പേരാണ് കഥാപാത്രമായിട്ടുള്ളത്. പാഗൽ ആത്മി, ചോട്ടു, ലേഖക്. छोटू लगभग 30 साल का व्यक्ति पैंट और ഷർട്ട് पहनता था. പാൻറ് പത്തുലൂന്ന് എഴുതും കേട്ടോ. അപ്പോൾ ഏകദേശം 30 വയസ്സുള്ള വ്യക്തിയാണ്. അദ്ദേഹം ധരിച്ചിരിക്കുന്നത് പാൻറ്റും ഷർട്ടുമാണ്. ലേഖകനാണ്. ഏകദേശം 60 വയസ്സ് തോന്നിക്കുന്ന വ്യക്തി പാൻറ്റും ഷർട്ടും ധരിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾക്ക് വേഷഭൂഷയായി, വയസ്സായി, കഥാപാത്രമായി, കഥാപാത്രത്തിൻ്റെ പേര്, അതുപോലെ ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ എന്നുള്ളതും അവരുടെ വയസ്സും അതുപോലെ തന്നെ അവർ എന്താണ് ധരിച്ചിരിക്കുന്നത്, വേഷഭൂഷ, അത്രയും കാര്യങ്ങൾ നമ്മളിതിൽ എഴുതി കഴിഞ്ഞു. 3 അങ്ങനെ എഴുതിയപ്പോൾ കേട്ടോ. ഇനി ദൃശ്യക്കാ വിവരണമാണ്. ലേഖക് ആർ ചോട്ടു സോത്തെ സമയ പാഗൽ ആത്മീ ആക്കർ ഉന്നെ ധമക്കാ രഹാ ഹെ. ദൃശ്യക്കാ വിവരണം, അവരുടെ സന്ദർഭം എന്താണെന്നാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ലേഖകനും ചോട്ടുവും ഉറങ്ങുന്ന സമയത്ത് ഭ്രാന്തനായ ആ വ്യക്തി വന്നിട്ട് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഭാഗം. മനസ്സിലായില്ലേ? ഇനി അതിൽ നിന്ന് സംഭാഷണമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. നമ്മൾക്ക് തന്നിരിക്കുന്ന പാരഗ്രാഫ് നോക്കിയിട്ട് അതിന് മുമ്പും അതിന് ശേഷവുമുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സംഭാഷണം ഉണ്ടാക്കാം. ആ തന്നിരിക്കുന്ന സൂചനയിൽ നിന്ന് മാത്രം നമുക്ക് ഇതിലേക്ക് വേണ്ട സംവാദം തയ്യാറാക്കാൻ വേണ്ടിയുള്ള എല്ലാ സംഭാഷണവും കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ അതിന് മുമ്പും അതിന് ശേഷവുമുള്ളത് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, സംവാദം നോക്കാം. പാഗൽ ആത്മി, പാഗൽ ആത്മി പറയാണ്, കോൻ ഹോ തും ലോഗ്, നിങ്ങൾ ആരാണ്? യഹാം കൈസേ ഗുസ് ആയേ ഹോ, ഇവിടെ എങ്ങനെയാണ് നിങ്ങൾ പ്രവേശിച്ചത്? ലേഖക് മന്ദിർ കി ദേഖ് കർണേ വാലെ ആത്മീനെ ഹമ്മെ യഹ ടഹരായ ഹെ, അമ്പലത്തിൻ്റെ മേൽനോട്ടക്കാരനായിട്ടുള്ള ആള് തന്നെയാണ് ഞങ്ങളെ ഇവിടെ താമസിപ്പിച്ചത്. പാഗൽ ആത്മി വഹ് പിട്ടുമേ ക്യാ ഹെ, അദ്ദേഹം പിന്നീട് ചോദിക്കണം ആ പെട്ടിയിൽ എന്താണ്. അപ്പോഴാണ് ആ പെട്ടി കണ്ടത് അല്ലേ. പെട്ടിയിൽ എന്താണ് ചോദിക്കുന്നു. ലേഖക് ഹമാരെ സാമാൻ ഹെ, ഞങ്ങളുടെ സാധനങ്ങളാണ്. പാഗലാത്മി മുझे इसकी തലാശി ലേനി ഹോഗി, എനിക്കത് പരിശോധിക്കേണ്ടി വരും. ചോട്ടു ഇസ്മേ സിർഫ് കുച്ച് കിതാബ് ഹെ, എന്താണ് കുച്ച് എന്നുള്ളതിൻ്റെ ച ഓ ചായാണ് കേട്ടോ. ഓ ച കുച്ച് കിതാബേം, കിതാബേം പുസ്തകങ്ങൾ, കിതാബേം. ചോട്ടു ഇസ്മേം സിർഫ് കുച്ച് കിതാബേ, ഇതിൽ കേവലം കുറച്ച് പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ ആ പെട്ടിയിൽ എന്ന് ആര് പറയുന്നു? ചോട്ടു പറയുന്നു. പാഗലാത്മി
വാട്ട് ഈസ് യുവർ നെയിം, എന്താണ് നിന്റെ പേര് എന്ന് പാഗൽ ആദ്മി ചോട്ടുനോട് ചോദിക്കുകയാണ്. ചോട്ടു, മുझे അംഗ്രേസി നെഹി ആത്തി, എനിക്ക് ഇംഗ്ലീഷ് അറിയുകയില്ല. പാഗൽ ആദ്മി, ലേഖക സെ, പാഗൽ ആദ്മി ലേഖകനോട് ചോദിക്കുന്നു. തും ക്യാ കർത്തേ ഹോ, നീ എന്താണ് ചെയ്യുന്നത്? ലേഖക്, मैं शिक्षक था अब रिटायर हो गया, ഞാൻ അധ്യാപകനായിരുന്നു ഇപ്പോൾ റിട്ടയർ ആയി. പാഗൽ ആദ്മി, അച്ഛാ സോ ജാവോ, ശരി ഉറങ്ങിക്കൊള്ളൂ. ലേഖക് ഓഡ്കർ സോ ഗയ, ലേഖൻ പുതച്ച് ഉറങ്ങാൻ തുടങ്ങുന്നു. ദൃശ്യ സമാപ്ത്, ദൃശ്യം അവസാനിച്ചു. അതാണ് നമ്മളിവിടെയുള്ള സംഭാഷണം. ഓക്കെ, സംഭാഷണം തയ്യാറാക്കിയത്. ഇതിൻ്റെ രൂപരേഖ, അതായത് ഫോർമാറ്റ് കാണിക്കാം. പടുക്കഥയുടെ ഫോർമാറ്റ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് ദൃശ്യം എഴുതണം, സ്ഥാൻ സമയ പാത്ര എഴുതണം, ദൃശ്യക്ക വിവരണം എഴുതണം, പിന്നെ സംവാദ്. ഓക്കെ, ഇതാണ് നമ്മളുടെ പടുക്കഥയുടെ ഫോർമാറ്റ്, രൂപരേഖ. കണ്ടോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത്. എല്ലാവരും ക്ലാസ് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.